അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 161, ബാബുൽ ഇൻഷാ 12, പേജ് 218. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇലാഹിൽ മആനി വനവറ ഖുലൂബനാ ബിലവാമി ഇത്ബിയാനി മിൻ മത്താലിഇൽ മസാനി ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المهرزين قصبات السبق في مضمار الفصاحة والبراعة. وقال السكاكي സക്കാക്കി പറഞ്ഞു, യുസ്അലു ബിമാ അനിൽ ജിൻസി, മാ കൊണ്ട് ജിൻസിനെ കുറിച്ച് ചോദിക്കപ്പെടും. അത് 217 നമ്മൾ പറഞ്ഞു, ഖീല ഫഇത്ലബു ബിമാ ശറഹുൽ ഇസ്മി കഖൗലിനാ മൽ അൻകാഉ ഔ മാഹിയത്തുൽ മുസമ്മ കഖൗലിനാ മൽ ഹറകത്തു എന്ന് പറഞ്ഞു. എന്താണ് അവിടെ പറഞ്ഞത്? മാ കൊണ്ട് തലബ് ചെയ്യപ്പെടും എന്നൊരു ഖീല. വൽബാഖിയത്തു മിൻ അൽഫാദിൽ ഇസ്തിഫാമി തശ്തരികു ഫി അന്നഹാ ലിതലബി തസവ്വുരി. ഇസ്തിഫാമിൻ്റെ അദാത്തുകളിൽ നിന്ന് ഹല്ല്, ഇസ്തിഫാമിൻ്റെ ഹംസ, അത് രണ്ടും അല്ലാത്തത് ബാക്കിയുള്ളത് തസവ്വുറിനെ തലബ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഹല്ല് തസ്ദീഖിനിക്കാണെന്നും ഹംസ തസ്ദീഖിനും തസവ്വുറിനും രണ്ടിനും വരുമെന്നും അത് രണ്ടും അല്ലാത്തത് തസവ്വുറിന് മാത്രമാണെന്നും ആണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഖീല ഫഇത്ലബു ബിമാ ശറഹുൽ ഇസ്മി, മാ കൊണ്ട് തലബ് ചെയ്യപ്പെടും ഒരു ഇസ്മിൻ്റെ ലുഗത്തിൽ അതിനെ ഒലഇ ചെയ്യപ്പെട്ട ഇജ്മാലിയായ മഅനാന്റെ വ്യാഖ്യാനിക്കലിനെ ശറഹ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ മുസമ്മാന്റെ മാഹിയത്തിനെ തലബ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലുഗവിയായ മഅനയെയാണോ തലബ് ചെയ്യപ്പെടുന്നത്, അല്ല മുസമ്മാന്റെ മാഹിയത്തിനെയാണോ തലബ് ചെയ്യപ്പെടുന്നത് എന്നത് ഖരീനത്ത് കൊണ്ട് മനസ്സിലാക്കണം. അതിൻ്റെ മുഖാബിലയാണ് പറയുന്നത്. വഖാല സക്കാക്കിയു, സക്കാക്കി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? യുസ്അലു ബിമാ അനിൽ ജിൻസി, മാ കൊണ്ട് ജിൻസിനെ കുറിച്ച് ചോദിക്കപ്പെടും. അത് അഖിലുടയതിൽ നിന്നുള്ള ജിൻസാവട്ടെ അല്ലാത്തതിൽ നിന്നുള്ള ജിൻസാവട്ടെ. തഖൂലിനി പറഞ്ഞു, മാ ഇൻദക, നിന്റെ അടുക്കൽ എന്താണ്? അപ്പോൾ ജിൻസാണ് അതിന് മറുപടി പറയേണ്ടത്. ഇനി അതിൻ്റെ മഅന വ്യാഖ്യാനിക്കുകയാണ്. അയ്യു അജ്നാസിൽ അശിയാഇ ഇൻദക. അയ്യു അജ്നാസിൽ അശിയായി എന്ന് പറഞ്ഞാൽ അയ്യു ജിൻസിൻ മിൻ അജ്നാസിൽ അശിയായി ഇൻദക എന്ന് അവിടെ മുറാദ്. അഷിയാക്കളുടെ ജിൻസുകളിൽ നിന്ന് എന്തൊരു ജിൻസാണ് നിന്റെ അടുക്കൽ ഉള്ളത് എന്നാണ് അയ്യു അജ്നാസിൽ അഷിയായി ഇൻദക എന്നതിൻ്റെ അർത്ഥം. അവിടെ അയ്യിൻ്റെ മുളാഫിലേഹി ഒരു ജിൻസിനെ അവിടെ സങ്കല്പിച്ചു കൊടുക്കണം. അയ്യു ജിൻസിൻ മിൻ അജ്നാസിൽ അഷിയായി ഇൻദക. വ ജവാബുഹു, മാ ഇൻദക എന്നതിൻ്റെ ജവാബ്. ഏതിൻ്റെ ജവാബല്ല? അയ്യു അജ്നാസിൽ അശിയാഇ ഇൻദക എന്നതിൻ്റെ ജവാബല്ല. കാരണം അയ്യു കൊണ്ട് ചോദിക്കുമ്പോൾ മുമയ്യിസിനെയാണ് മറുപടി പറയേണ്ടത്. അത് പിന്നീട് വരുന്നുണ്ട്. വയുസ്അലു ബി അയ്യിൻ അമ്മാ യുമയ്യിസു അഹദൽ മുതശാരിക്കൈനി ഫി അംദിൻ യഉമ്മുഹുമാ എന്ന് വരുന്നുണ്ട്. അയ്യും ഇസ്തിഫാമിൻ്റെ അദാത്താണ്. മാ ഇൻദക എന്നതിന് അതിൻ്റെ മഅന വ്യാഖ്യാനിച്ചതാണ് അയ്യു അജ്നാസിൽ അഷിയായി ഇൻദക എന്ന്.
അപ്പോൾ അയ്യ് കൊണ്ട് ചോദിക്കപ്പെടുന്നത് ഒരു കാര്യത്തിൽ രണ്ട് വസ്തു കൂറാവുകയും അതിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റേതിനെ വേർതിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കപ്പെടുന്നത്. അപ്പോൾ മുമയ്യിസാണ് മറുപടി പറയേണ്ടത്. ഒരു വസ്തുവിൽ ഒരു കാര്യത്തിൽ രണ്ട് വസ്തു കൂറായി അതിൽ നിന്ന് ഒന്നിനെ മറ്റേതിൽ നിന്ന് വേർതിരിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത്. അതായത് ഒന്നിന് ഒരു ഹുക്കുമുണ്ടാകും, ആ ഹുക്കുമുള്ള വസ്തു ഏതാണ് എന്നാ അയ്യ് കൊണ്ട് ചോദിക്കുന്നത്. പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് ജവാബുഹു കിതാബുൻ, ഈ മാ ഇന്ദക്കന്റെ ജവാബ് കിതാബുൻ എന്നാണ്. നഹ്വുഹു അതുപോലത്തതുമാണ്, ഫറസ് അല്ലെങ്കിൽ ഹിമാർ, ഇങ്ങനെ മറുപടി പറയാം. ഇവിടെ ദസൂക്കി ഒന്ന് നോക്കൽ ആവശ്യമാണ്. ജവാബുഹു എന്ന് പറഞ്ഞാൽ ഐ ജവാബു മാ ഇന്ദക്ക. മാ ഇന്ദക്ക എന്നതിന്റെ ജവാബ് ലാ ജവാബു അയ്യു ജിൻസിൻ മിൻ അജ്നാസിൽ അശിയായി ഇന്ദക്ക. അയ്യു ജിൻസിൻ മിൻ അജ്നാസിൽ അശിയായി ഇന്ദക്ക എന്നതിന്റെ ജവാബല്ല. പിന്നെ എന്തിന്റെ ജവാബാണത്? മാ ഇന്ദക്കന്റെ ജവാബ്. അതാണ് ഇവിടെ ദസൂക്കി ഒന്ന് നോക്കണമെന്ന് പറഞ്ഞത്. ദസൂക്കി 2,281 ഖൗലുഹു വ ജവാബുഹു എന്നതിന്റെ ശറഹിൽ. അപ്പോൾ ഐ ജവാബു മാ ഇന്ദക്ക, മാ ഇന്ദക്കന്റെ ജവാബ് ലാ ജവാബു അയ്യു ജിൻസിൻ മിൻ അജ്നാസിൽ അശിയായി ഇന്ദക്ക. അയ്യു ജിൻസിൻ മിൻ അജ്നാസിൽ അശിയായി ഇന്ദക്ക എന്നതിന്റെ ജവാബ് അല്ല. അവിടെ ശാരിഹ് അയ്യു അജ്നാസിൽ അശിയായി എന്നാണ് എടുത്തത്. അവിടെ ഒരു ജിൻസ് കൂട്ടിക്കൊടുക്കണം. എന്നിട്ട് അവിടെ ദസൂഖിയിൽ പറയുന്നു അന്ന കൗലൽ മുസന്നിഫി, മുസന്നിഫിന്റെ കൗല് അയ്യു അജ്നാസിൽ അശിയായി ഇന്ദക്ക എന്നാണല്ലോ ശാരിഹ് അതിന് തഫ്സീർ എടുത്തത്. ആ കൗലി ഇന്നമാ അത്താബിഹി, അതിനെ ഷാരിഹ് കൊണ്ടുവന്നതിന് തഫ്സീരി മിൻ ജിഹത്തിൽ മഅന, മഅനാന്റെ ജിഹത്തിലൂടെയുള്ള തഫ്സീറിന് വേണ്ടിയിട്ടാണ്. എന്തല്ല ലഫ്ദിന്റെ ഭാഗത്തിലൂടെയുള്ള തഫ്സീറല്ല. കാരണം ലിഅന്ന സുആല ബി അയ്യിൻ, അയ്യ് കൊണ്ടുള്ള ചോദ്യം ഇന്നമാ യകൂനു അനിൽ മുമയ്യിസി, അത് മുമയ്യിസിനെ കുറിച്ചാണ് ഉണ്ടാവുക. അയ്യ് കൊണ്ടുള്ള ചോദ്യം മുമയ്യിസിനെ കുറിച്ചാണ്. മാ കൊണ്ടുള്ള ചോദ്യം ജിൻസിനെ കുറിച്ചുമാണ്. അപ്പോൾ രണ്ടും രണ്ട് വിധത്തിലുള്ള ചോദ്യമാണ്. കിതാബ് എന്ന മറുപടി കൊടുക്കുമ്പോൾ അത് ജിൻസാണ് മറുപടി. അതുകൊണ്ടാണത് അയ്യു ജിൻസിൻ മിൻ അജ്നാസിൽ അശിയാ ഇന്ദക്കന്റെ ജവാബാകാതിരുന്നത്. ഉണ്ടോ? വദാലിക അത് ഇത് ഏത് ഇത് മാ ഇന്ദക്കന്റെ ജവാബാണ്. അയ്യു അജ്നാസിൽ അശിയായി ഇന്ദക്ക എന്നതിന്റെ ജവാബല്ല എന്ന് പറയാനുള്ള കാരണം അന്ന സുആല ബി അയ്യിൻ, അയ്യ് കൊണ്ടുള്ള സുആല് ഇന്നമാ യകൂനു അനിൽ മുമയ്യിസി, അത് മുമയ്യിസിനെ കുറിച്ചാണ്. കമാ സയദ്കുറുൽ മുസന്നിഫു ഖരീബൻ, അടുത്ത് തന്നെ മുസന്നിഫ് അത് പറയുന്നുണ്ട്. മാ കൊണ്ട് ചോദിക്കപ്പെടുവാനിൽ ജിൻസി, ജിൻസിനെ കുറിച്ച്. ഫലം യകുൻ ജവാബു അയ്യിൻ, അയ്യിന്റെ ജവാബാവുകയില്ല. മുത്താബിക്കൽ ലി ജവാബി മാന്റെ ജവാബിനോട് യോജിച്ചതാവൂല. അപ്പോൾ അയ്യു അജ്നാസിൽ അശിയാ ഇന്ദക്കന്റെ ജവാബ് മാ ഇന്ദക്കന്റെ ജവാബാകൂല. കാരണം വദാലിക ബി അന്നൽ മുജാബ ബിഹി അൻ മാനത്തൊട്ടുള്ള ജവാബ് ലഫ്ദുൽ ജിൻസി, ജിൻസ് എന്ന ലഫ്ളാവണം. കാരണം യുസ്അലു ബിമാ അനിൽ ജിൻസി എന്നാണല്ലോ സക്കാക്കി പറഞ്ഞത്. കിതാബിൻ, കിതാബ് പോലെ, ഔ ഫറസിൻ അലി ഫറസ് പോലെ. വൽ മുജാബു ബിഹി അൻ അയ്യിൻ, അയ്യിനെ കുറിച്ചുള്ള ജവാബ്, അതെ അയ്യിനെ തൊട്ടുള്ള ജവാബ് അൽ ജിൻസു വ മുമയ്യിസുഹു, ജിൻസും ആവണം അതിന്റെ മുമയ്യിസും ആവണം. അല്ലതി എങ്ങനത്തെ മുമയ്യിസ് വൽ ഫസ്ലു, അത് ഫസ്ലാണ്. നഹ്വു ശൈഉൻ മക്തൂബുൻ,
ഔ ഷൈഉൻ ആക്കിലുൻ ഔ ഷൈഉൻ മൽബൂസുൻ ഔ നഹ്വു ദാലിക. അങ്ങനെയാണ്. അപ്പോൾ അയ്യിനെക്കുറിച്ച് അയ്യ് കൊണ്ട് ചോദിക്കുമ്പോൾ ജിൻസും ഫസിലുമാണ് മറുപടി പറയേണ്ടത്. മാ കൊണ്ട് ചോദിക്കുമ്പോൾ ജിൻസിനെയാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ മാ കൊണ്ടുള്ള മാ ഇന്ദക്കക്ക് എന്തിനാണ് അയ്യ് കൊണ്ട് തഫ്സീറെടുത്തത്? അത് ജിൻസും ഫസിലും പറയുമ്പോൾ ജിൻസിന് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന നിലക്കാണ് ഷാരിഹ് അവിടെ അയ്യു അജ്നാസിൽ അഷിയായി ഇന്ദക്ക എന്ന് തഫ്സീർ കൊടുക്കാറുള്ള കാരണം. കാരണം അയ്യ് കൊണ്ടുള്ള ജവാബിൽ ജിൻസും ഫസിലും പറയുമ്പോൾ ജിൻസ് അവിടെ വന്നല്ലോ. ആ ജിൻസിനെ കുറിച്ചാണ് മാ കൊണ്ട് ചോദിക്കുന്നതും. അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടെ ഓ ജവാബുഹു എന്ന് പറഞ്ഞാൽ മാ ഇന്ദക്കന്റെ ജവാബ് കിതാബുൻ കിതാബാണ്, ക കിതാബിൻ കിതാബ് പോലെ, ഓ നഹിബിഹി കിതാബ് പോലത്തതുപോലെയും. ഇനി വയദ്ഖുലു ഫീഹി, ഈ ജിൻസിനെ തൊട്ടുള്ള ചോദ്യത്തിൽ കടക്കുന്നതാണ് അസ്സുആലു അനിൽ മാഹിയത്തി വൽ ഹഖീഖത്തി. മാഹിയത്തിനെ കുറിച്ചും ഹഖീഖത്തിനെ കുറിച്ചുമുള്ള സുആല് കടക്കും. കാരണം ഇവിടെ ജിൻസിനെ കുറിച്ച് ചോദിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഇവിടെ ജിൻസ് കൊണ്ടുള്ള മുറാദ് മന്തിക്കിയായ ജിൻസല്ല, അതായത് ഇസ്തിലാഹിയായ ജിൻസല്ല, ലുഗവിയായ ജിൻസാണ്, വർഗം എന്നർത്ഥമുള്ളൂ. അപ്പോൾ ഈ ജിൻസിൽ നൗഉ പെടും. അതായത് ഒരു ലഫ്ദിന് ഒന്നിലധികം മായനയുള്ള മാഹിയത്ത് കുല്ലിയത്ത്, ഒന്നിലധികം മായന ഉള്ളതല്ല, പിന്നെ ഒന്നിലധികം വസ്തുക്കൾക്ക് പറയാൻ പറ്റുന്ന ഒരു മായന. അപ്പൊ ഇൻസാനൊക്കെ ഇതിൽപ്പെടും. അതായത് ഇവിടെ ജിൻസ് കൊണ്ടുള്ള ഉദ്ദേശം ഒരു മാഹിയത്ത് കുല്ലിയത്താണ്. മാഹിയത്ത് കുല്ലിയത്താകുമ്പോൾ അത് അഫ്രാദ് മുത്തഫിക്കത്തായ ഇൻസാൻ അതിൽ ഉൾപ്പെടും, അല്ലെങ്കിൽ മാഹിയത്ത് വ്യത്യാസമുള്ള ഹൈവാനും അതിൽ ഉൾപ്പെടും. ഈ മുഖ്തലിഫത്താകുമ്പോഴും മുജ്മലത്തും മുഫസ്സലത്തും എല്ലാം ഉൾപ്പെടും. ഹഖീഖത്ത് മുത്തഫിക്കത്തായാലും മുഖ്തലിഫത്തായാലും മുജ്മലായതും മുഫസ്സലായതും ഉൾപ്പെടും. ഇപ്പൊ മാ സയ്യിദുൻ, സയ്യിദ് എന്നാൽ എന്താണ്? ഇപ്പൊ ഇൻസാൻ എന്ന് പറയുമ്പോൾ മുജ്മലായി, ഹൈവാനാത്തിക് എന്ന് പറയുമ്പോൾ മുഫസ്സലായി, അങ്ങനെ തന്നെ. അപ്പോൾ ജിൻസ് കൊണ്ടുള്ള മുറാദ് ഒരു മാഹിയത്ത് കുല്ലിയത്താണ്. അതുകൊണ്ടാണ് വയദ്ഖുലു ഫീഹി, ജിൻസിനെ തൊട്ടുള്ള ചോദ്യത്തിൽ കടക്കും. ആര് കടക്കും? അസ്സുആലു അനിൽ മാഹിയത്തി വൽ ഹഖീഖത്തി, മാഹിയത്തിനെ കുറിച്ചും ഹഖീഖത്തിനെ കുറിച്ചുമുള്ള ചോദ്യം കടക്കും എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ലുഗവിയായ ജിൻസും കടക്കും എന്നർത്ഥം. അപ്പോൾ അതിൽ ഹഖീഖിയായ നൗഉം ഇസ്തിലാഹിയായ നൗഉം എല്ലാം ഉൾപ്പെടും. നഹ്വു മൽ കലിമത്തു എന്ന് പറയും പോലെ, കലിമത്ത് എന്ത് വർഗമാണ്, എന്ത് ഇനമാണ്. അതായത് ലഫ്ളുകളുടെ കൂട്ടത്തിൽ പല ഇനങ്ങളുണ്ട്. അതിൽ എന്ത് ഇനമാണ് കലിമത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. കലിമത്ത് എന്ന് പറഞ്ഞാൽ അയ്യു അജ്നാസിൽ അൽഫാദി ഹിയ, കലിമത്ത് ലഫ്ളുകളുടെ ജിൻസുകളിൽ നിന്ന് എന്തൊരു ജിൻസാണ് എന്നർത്ഥം. അതായത് ലഫ്ളുകൾ പല ഇനങ്ങളുണ്ട്, അതിൽ നിന്ന് എന്തൊരു ഇനമാണ് കലിമത്ത് എന്നാൽ. അപ്പോൾ എന്തായി? ലഫ്ളുകളിൽ കലിമത്തും കലിമത്ത് അല്ലാത്തതും കൂറായിട്ടുണ്ട്. അവിടെ അയ്യ അതിനാണല്ലോ കൂറായ ഒരു കാര്യത്തിൽ കൂറായ പലതുമുണ്ട്, അതിൽ നിന്ന് കലിമത്തിനെ വേർതിരിക്കാം. ലഫ്ളുകളിൽ കലിമത്തും കലിമത്തല്ലാത്തതും കൂറായിട്ടുണ്ട്.
അതിൽ നിന്ന് കലിമത്തെന്ന ലഫ്ദിനെ വേർതിരിക്കുന്ന മറുപടി പറയണം. അയ്യ് കൊണ്ട് ചോദിക്കുമ്പോൾ. മാ കൊണ്ട് ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞാൽ മതി? അതിൻ്റെ ജിൻസ് പറഞ്ഞാൽ മതി. വ ജവാബുഹു, ഈ മൽ കലിമത്തു എന്നതിൻ്റെ മറുപടി ലഫ്ദുൻ മുഫ്റദുൻ മൗലൂഉൻ, ഒരു മഅനാക്ക് വെക്കപ്പെട്ട മുഫ്റദായ ഒരു ലഫ്ളാണ്. അല്ലെങ്കിൽ ഖൗലുൻ മുഫ്റദുൻ എന്നും പറഞ്ഞാലും മതി അല്ലേ? ഖൗലുൻ മുഫ്റദുൻ വാഹിദുഹു കലിമത്തും വൽ ഖൗലു അം. ഖൗല് എന്നത് കലിമത്തിനും പറയാം, കലാമിനും പറയാം, കലിമിനും പറയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വൽ ഖൗലു അം. അപ്പോൾ ലഫ്ളുൻ മുഫ്റദുൻ മൗലൂഉൻ. അപ്പോൾ അതിന് മറുപടിയായി എന്തൊരു ജിൻസാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അർത്ഥം എന്തൊരു ഇനമാണ് എന്നാണ്, എന്തൊരു നൗആണ് എന്നാണ് അവിടെ ചോദിക്കുന്നത്. അത് ഒരു മായനാക്ക് വെക്കപ്പെട്ട മുഫ്രദായ ലഫ്ളാണ്. അവിടെ അയ്യ് കൊണ്ട് ചോദിക്കുമ്പോൾ അയ്യു അജ്നാസിൽ അൽഫാദിഹിയ എന്ന് പറയുമ്പോൾ ഈ കലിമത്തിനെ മറ്റുള്ള ഇനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന മുമയ്യിസിനെയാണ് മറുപടി പറയേണ്ടത്. അയ്യ് കൊണ്ടുള്ള സുആലിനെ പറ്റി പിന്നീട് വരുന്നുണ്ട്. ഔ അനിൽ വസിഫി, അല്ലെങ്കിൽ മാ കൊണ്ട് ചോദിക്കപ്പെടും ആരത്തൊട്ട്? അനിൽ വസിഫി, വസിഫിനെ കുറിച്ച് ചോദിക്കപ്പെടും. തഖൂലിനി പറഞ്ഞ മാ സെയ്ദുൻ, സെയ്ദ് എന്താണ്? അതായത് സെയ്ദിൽ പറയപ്പെടുന്ന വസിഫ് ഏതാണ് എന്നാ അവിടെ ചോദ്യം. അപ്പൊ അതിന്റെ മറുപടിയിൽ എന്താ പറയാ? കരീമുൻ വ ജവാബുഹു അൽ കരീമു വ നഹ്വുഹു. അവൻ കരീമാണ്, അല്ലെങ്കിൽ അതുപോലത്തെ അൽ ബഖീലു എന്നോ അഷരീഫു എന്നോ അവനിലുള്ള അവനെപ്പറ്റി പറയുന്ന വസിഫാണ് അതിന് മറുപടി പറയേണ്ടത്. സെയ്ദ് എന്താണ് വസിഫിനെ കുറിച്ച്? ബിമൻ, സക്കാക്കിന്റെ അഭിപ്രായം, മണ്ണുകൊണ്ട് ചോദിക്കപ്പെടും അനിൽ ജിൻസി മിൻ ദവിൽ ഇൽമി, അക്കലുടയതിൽ നിന്നുള്ള ജിൻസിനെ കുറിച്ച്. മാ കൊണ്ട് അക്കലുടയതും പെടും, അക്കൽ അല്ല വൈറ് ആക്കിലിന്റെ ജിൻസിൽ നിന്നും ആക്കിലിന്റെ ജിൻസിൽ നിന്നും ഉള്ള ജിൻസിനെ തൊട്ടാണ് മാ കൊണ്ട് ചോദിക്കുക എന്നാണ് ആദ്യം പറഞ്ഞത്. മണ്ണുകൊണ്ട് ചോദിക്കപ്പെടും അനിൽ ജിൻസി മിൻ ദവിൽ ഇൽമി, അക്കലുടയതിൽ നിന്നുള്ള ജിൻസിനെ കുറിച്ച്. തഖൂലിനി പറഞ്ഞ മൻ ജബ്രഈൽ, ജിബ്രീൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഉദ്ദേശം എന്താണ്? ജിബ്രീൽ എന്ത് ജിൻസാണ് എന്നാ, അല്ലെങ്കിൽ എന്ത് ഇനമാണ് എന്നാ. ഐ അ ബശറുൻ ഹുവ അം മലക്കുൻ അം ജിന്നിയുൻ, ബഷറാണോ മലക്കാണോ ജിന്നാണോ? അപ്പൊ സക്കായിക്കിന്റെ അഭിപ്രായ പ്രകാരം മലക്കുൻ എന്ന് മറുപടി പറഞ്ഞാൽ മതി. അതൊരു ജിൻസാണല്ലോ, മലക്കുൻ ജിൻസാണ്. അല്ലെങ്കിൽ ഒരു ആണ് എന്ന് പറയാം. ഓ ഫീഹി നളറുൻ, സക്കാക്കി പറഞ്ഞതിൽ നെല്ലറുണ്ട്. സക്കാക്കി ഈ മണ്ണിനെ കുറിച്ച് പറഞ്ഞതിൽ നെല്ലറുണ്ട്. ഇതിൽ ആനുസല്യമോ നമ്മൾ സമ്മതിക്കൂല അന്നഹു, ഈ മൻ ലിസ്സുആലി അനിൽ ജിൻസി, ദവിൽ ഇൽമിൽ നിന്നുള്ള ജിൻസിനെ കുറിച്ചുള്ള ചോദ്യത്തിനേക്കാണ് എന്ന് സമ്മതിക്കൂല. പിന്നെ എന്തും സമ്മതിക്കൂല. വന്നഹു കാര്യം യസ്ഹു ഫി ജവാബി മൻജബ്രഈൽ, മൻജബ്രഈലിന്റെ ജവാബിൽ സഹിയാകും എന്നും സമ്മതിക്കൂല. അയ്യുക്കാല പറയപ്പെടൽ മലക്കുൻ, മലക്ക് എന്ന് പറയപ്പെടൽ, മൻജബ്രഈൽ എന്നതിന്റെ ജവാബിൽ മലക്ക് എന്ന് പറയപ്പെടൽ സഹിയാകും എന്നും സമ്മതിക്കൂല. സക്കാക്കി പറഞ്ഞതനുസരിച്ച് മലക്കുൻ എന്ന് മറുപടി പറഞ്ഞാൽ മതി, അതും സമ്മതിക്കൂല. അപ്പോ ഇത് ലാനുസല്ലിമു നമ്മൾ സമ്മതിക്കൂല അന്നഹു, ഈ മണ്ണ് ലിസ്സുആലി അനിൽ ജിൻസി, ജിൻസിനെ കുറിച്ചുള്ള സുആലിനിക്കാണ് എന്നത് സമ്മതിക്കൂല. പിന്നെന്തും സമ്മതിക്കൂല. വന്നഹു തീർച്ചയായിട്ടും കാര്യം യസിഫു ഫി ജവാബി മൻജബ്രഈലു,
ജബ്രഈലിന്റെ ജവാബിൽ സഹിയാണ് എന്നും സമ്മതിക്കൂല. എന്ത് സഹീഹ് അയ്യുക്കാല പറയപ്പെടൽ സഹീഹാകും എന്നും സമ്മതിക്കൂല. മലക്ക് എന്ന് പറയപ്പെടൽ സഹിയാകും എന്നും സമ്മതിക്കൂല. മലക്ക് എന്ന് പറയുമ്പോൾ ജിൻസായി മറുപടി. വൽ ജവാബുഹു എങ്കിലും ജവാബുഹു ജബ്രഈലു എന്നതിന്റെ ജവാബ് മലക്കുൻ യഅതി ബിൽ വഹയി കദാ വകദാ മിമ്മാ യുഫീദു തശ്ഖീസഹു എന്ന് മറുപടി എന്നാണ് മറുപടി. അതിന് ജവാബാകുന്നത് ജബ്രഈലു എന്നതിന്റെ ജവാബ് മലക്കാണ്. യഅതി ബിൽ വഹി എങ്ങനത്തെ മലക്ക്? വഹീനെ കൊണ്ടുവരുന്ന മലക്ക്. കഥാ ഇന്ന വഹീനെ കൊണ്ടുവരുന്ന മലക്ക്. കഥാ വകഥ മിമ്മ ഒന്നിനാൽ യുഫീദ ഒന്ന് ഫായിദ വെപ്പിക്കും. തശ്ഖീസഹു ജിബ്രീലിനെ നിർണയിക്കലിനെ ഫായിദ വെപ്പിക്കും. അപ്പൊ എന്തായി? നേരത്തെ പറഞ്ഞതുപോലെ അൽ ആരിദുൽ മുസഖിസിനെ കുറിച്ചായി. അപ്പൊ സക്കാക്ക പറഞ്ഞതിൽ നല്ലറുണ്ട്. ആദ്യം പറഞ്ഞല്ലോ മണ്ണോട് ചോദിക്കപ്പെടും അൽ ആരിദുൽ മുസഖിസു ലിൽ ഇൽമി. അപ്പൊ ഇൽമിനെ നിർണയിക്കുന്ന ആരിദിനെ കുറിച്ച് ചോദ്യമായി. കാരണം ജബ്രഈലിന്റെ ജവാബിൽ ഇങ്ങനെ മറുപടി പറയാൻ പറ്റും. മലക്കുൻ യഅതി ബിൽ വഹി കദാ വകദാ. അപ്പൊ നിർണയമായല്ല. മീകായിലല്ല, ഇസ്രാഫീലല്ല, അസ്രായീലല്ല, മുങ്കറുമല്ല, നക്കീറുമല്ല, റക്കീബ് അത്തീദല്ല എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ആരിദുൽ മുസഖിസ് അൽ ആരിദുൽ മുസഖിസിനെ കുറിച്ചാണ് ചോദ്യമെന്ന് ബോധ്യപ്പെടും. പിന്നെ അയ്യ് കൊണ്ട് ചോദിക്കപ്പെടും. അത് നേരത്തെ പറഞ്ഞല്ലോ, അടുത്ത് തന്നെ വരുന്നുണ്ടൊന്ന്. അമ്മ ഒന്നിനെ കുറിച്ച് ചോദിക്കപ്പെടും. യുമയ്യിസു ആ ഒന്ന് വേർതിരിക്കും അല്ലേ? ഒന്നിനെ കുറിച്ച് യുമയ്യസു ബിഹി എന്നാണ് കിട്ടാറ്. ബിഹി എന്നില്ലെങ്കിൽ യുമയ്യിസു എന്ന് വായിക്കണം. ബിഹി ഒരു നുസ്ഖയാണ്. അപ്പോൾ എന്താ നുസ്ഖപ്രകാരം വയസ്അലു ബി അയ്യിൻ അമ്മ യുമയ്യസു ബിഹി അഹദുൽ മുതശാരിക്കൈനി ഫി അബ്ദിൻ. അമ്മ ഒന്നിനെ കുറിച്ച് യുമയ്യസു ബിഹി ആ ഒന്ന് കൊണ്ട് വേർതിരിക്കപ്പെടും. അഹദുൽ മുതശാരിക്കൈനി ഫി അംദിൻ ഒരു കാര്യത്തിൽ കൂറായ രണ്ടിൽ നിന്ന് ഒന്നിനെ വേർതിരിക്കപ്പെടും. എങ്ങനത്തെ ഒരു കാര്യം? യഉമ്മു ആ കാര്യം ഉൾപ്പെടുത്തും ഹുമാത് രണ്ടിനെയും. ഇനി ബിഹി എന്ന നുസ്ഖ ഇല്ലെങ്കിൽ അമ്മ യുമയ്യിസു എന്ന് വായിക്കണം. അമ്മ ഒന്നിനെ കുറിച്ച് യുമയ്യിസു ആ ഒന്ന് വേർതിരിക്കും. ആരെ വേർതിരിക്കും? അഹദൽ മുതശാരിക്കൈനി ഫി അംദി ഒരു കാര്യത്തിൽ കൂറായ രണ്ടെണ്ണം എന്ന് പറഞ്ഞ് ചുരുങ്ങിയത് രണ്ടെണ്ണം, അത് മൂന്നോ എത്രയോ ആവാം. ഒരു കാര്യത്തിൽ കൂറായ രണ്ടിൽ നിന്ന് ഒന്നിനെ ആ ഒന്നുകൊണ്ട് വേർതിരിക്കപ്പെടും, അല്ലെങ്കിൽ ആ ഒന്ന് വേർതിരിക്കും. എങ്ങനത്തെ കാര്യം? യഉമ്മുഹുമ ആ കാര്യം രണ്ടിനെയും ആമാക്കും. രണ്ട് എന്നുള്ളതൊരു മസലാണ്. വഹുവ ആ അംറുൻ യഉമ്മു മളുമൂനു മാ ഉളീഫ ഇലൈഹി അയ്യുൻ. അയ്യിനെ ഏതൊന്നിലേക്കാണോ വിലാഫത്ത് ചെയ്യപ്പെട്ടത് ആ മുലാഫ് ഇലൈഹിന്റെ മളുമൂനാണ്. ഏത്? ആ അംറ്. നഹ്വു അയ്യുൽ ഫരീഖൈനി ഖൈറുൻ. രണ്ട് പാർട്ടിയിൽ നിന്ന് ആരാണ് ഖൈറ്? അപ്പോൾ അയ്യിന്റെ മുലാഫി ഇലൈഹിയായ ഫരീഖൈനി. അപ്പോൾ ഫരീഖിയത്തിൽ രണ്ട് കൂട്ടരുണ്ട്. അതിൽ നിന്ന് ഖൈറായ ആള് ആരാണ്? അപ്പോൾ ഒരു പാർട്ടി ഖൈറായവരാണ്. അത് ആർക്കറിയാം? മുഖാത്തബിനറിയാം. അപ്പോൾ ആ ഖൈറായ പാർട്ടിയെ വേർതിരിക്കുന്ന ഒരു മറുപടിയാണ് അയ്യ് കൊണ്ട് പറയേണ്ടത്. ഐ അനഹ്നു ഞങ്ങളാണോ, അം അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഭാഗമാണോ എന്നാണ് ചോദ്യം. ഇത് മുശ്രിക്കീങ്ങളായ ആളുകൾ യഹൂദി പണ്ഡിതന്മാരോട് ചോദിച്ചതാണ്. ഉലമാഉൽ യഹൂദിനോട് ചോദിച്ചതാണ്. അപ്പോൾ
ഒരു പാർട്ടിക്ക് ഖൈരിയ്യത്തുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നവരാണ്. ഫരീഖിയ്യത്തിലാണല്ലോ രണ്ടു കൂട്ടരും കൂറായത്. അപ്പോൾ ഈ ഖൈറായ പാർട്ടി ആരാണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഒരു പാർട്ടിക്ക് എന്ത് ഖൈരിയ്യത്ത് എന്ന ഹുക്കുമുണ്ട്. ആ ഹുക്കും ആർക്കറിയാം? മുഖാത്തബിനറിയാം. അപ്പോൾ മുഖാത്തബ് ആ ഖൈറുള്ള പാർട്ടിയെ വേർതിരിക്കുന്നൊരു മറുപടി അതിന് മറുപടി കൊടുക്കണം. അനഹനു ഞങ്ങളാണോ അം അസ്ഹാബു മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബിമാരാണോ? അത് അവര് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊന്നും മുശ്രിക്കീങ്ങൾ പറയൂല. ഇവിടെ നോക്കണം. ഫൽ മുഅ്മിനൂന വൽ കാഫിറൂന, മുഅ്മിനീങ്ങളും കാഫിരീങ്ങളും ഖദിസ്തറക്കാ ഫിൽ ഫരീഖിയ്യത്തി, അവർ രണ്ടു കൂട്ടരും ഫരീഖിയ്യത്തിൽ എന്തായി കൂറായിട്ടുണ്ട്. വസഅലു, ഈ മുശ്രിക്കീങ്ങൾ ചോദിച്ചു, അമ്മാ യുമയ്യിസു അഹദഹുമാ, മുഅ്മിനീങ്ങൾ കാഫിരീങ്ങൾ ഈ രണ്ടിൽ നിന്ന് ഒരു പാർട്ടിയെ വേർതിരിക്കുന്ന ഒന്നിനെക്കുറിച്ച് അനില്ലാഹരി മറ്റേതിനെ തൊട്ട് വേർതിരിക്കാം കേട്ടോ. മിസുലുൽ കൗനി കാഫിരീന, ആ മുമയ്യിസ് ഏതുപോലെ? അവർ കാഫിരീങ്ങളാകൽ പോലെ. അതാണ് ഒരു മറുപടി. എങ്ങനത്തെ കാഫിരീങ്ങൾ? ഖായിലീന ലി ഹാദൽ ഖൗലി, ഈ ഖൗല് പറഞ്ഞവരവരാണ്. അയ്യുൽ ഫരീഖൈനി ഖൈറുൻ എന്ന് പറഞ്ഞത് അവരാണ്. മിസുലുൽ കൗനി, അവരാകും പോലെ അസ്ഹാബു മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം, അവർ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മുഅ്മിനീങ്ങളാകും പോലെ, അതായത് അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണുള്ളതല്ലേ. മിസ്ലു കൗനിൽ മുഅ്മിനീന അങ്ങനെയാണ്. മിസ്ലു കൗനിൽ കാഫിരീന എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വെച്ചു കൊടുക്കണം? മിസ്ലുൽ കൗനി കാഫിരീന, ഇസ്മുൽ കൗനി ലമീറു നാബത്ത് അൻഹു അൽന, അൽ കൗലിന്റെ ഇസ്മ് ലമീറാണ്, അത് അലിഫിലാമ് പകരം വന്നതാ. കാഫിരീന എന്നുള്ളത് ഖബറുഹു, കൗലിന്റെ ഖബറാണ്. ഐ മിസ്ലു കൗനിഹിം, ആ ഖൈറായവരാകും പോലെ കാഫിരീന, കാഫിരീങ്ങളാകും പോലെ. അപ്പം മിസ്ലുൽ കൗനി കാഫിരീന എന്ന് പറഞ്ഞാൽ ആ ഖൈറായവർ കാഫിരീങ്ങളാകും പോലെ. അൽ കൗന് എന്ന് പറഞ്ഞാൽ അലിഫിലാമ് കൗനിന്റെ ഇസ്മിനെ തൊട്ട് പകരം വന്നത്. അതാണ് ദസൂക്കിൽ പറയുന്നത്, ഇസ്മുൽ കൗനി, കൗനിന്റെ ഇസ്മു ലമീറുൻ നാബത്ത് അൻഹു അൽ, അതിനെ തൊട്ട് അലിഫിലാമ് പകരം വന്നു. കാഫിരീന ഖബറുഹു, കാഫിരീന എന്നുള്ളത് എൻ്റെ ഖബറാണ്. ഐ മിസ്ലു കൗനിഹിം, അവരാകും പോലെ കാഫിരീന, കാഫിരീങ്ങളാകും പോലെ. എങ്ങനത്തെ കാഫിരീങ്ങളെ? ഖായിലീന, അവർ തന്നെ പറഞ്ഞവരായ നിലയിൽ ലിഹാദൽ കൗലി, കൗലിനെ. മിസ്ലു കൗനിൽ മുഅ്മിനീന, അവരങ്ങനെ തന്നെ. മിസ്ലുൽ കൗനി, അപ്പൊ മിസ്ലുൽ കൗനി കാഫിരീന എന്നാണ് ഇവിടെ നുസ്ഖയിൽ. മിസ്ലുൽ കൗനി കാഫിരീന മിസ്ലുൽ കൗനി കേട്ടോ, അങ്ങനെയാണ് നല്ലത്. മിസ്ലുൽ കൗനി അൽ കൗന്, അവരാകും പോലെ മുഅ്മിനീങ്ങളാകും പോലെ. അസ്ഹാബി മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അൽ കൗന് എന്നാണ് അവിടെ നല്ലത്. ഇനി ഈ കിതാബിലുള്ളതുപോലെ മിസ്ലു കൗനിൽ കാഫിരീന എന്ന് പറയുമ്പോൾ മിസ്ലുൽ കൗനി കാഫിരീന മിസ്ലുൽ കൗനി മുഅ്മിനീന, അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അതനുസരിച്ചപ്പോൾ അർത്ഥം വെച്ചത്.
അവര് മുഅ്മിനീങ്ങളാകും പോലെ. അവിടെ അൽ കൗന് എന്നുള്ളത് ഇസ്മു പകരം ഇസ്മിനെ തൊട്ടുള്ള എമീറാണ് ഇസ്മ്, അതിന് അലിഫിലാമ്പ് വരം വന്നു. അത് മായുമയ്യിസിന്റെ ഒരു തംസീലാണ്. അപ്പോൾ രണ്ടാലൊരു മറുപടി കൊടുക്കണം. മുഅ്മിനീങ്ങൾ എന്നോ അല്ലെങ്കിൽ കാഫിരീങ്ങൾ എന്നോ മറുപടി കൊടുക്കണം. ഇതാണ് പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 162 ബാബുൽ ഇൻഷാ 13 പേജ് 219. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. نحمدك يا من شرح صدورنا لتلخيص البيان في إيضاح المعاني ونور قلوبنا بلوامع التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراعة. ويسأل بكم കം എന്ന കലിമത്തുകൊണ്ട് ചോദിക്കപ്പെടും അനിൽ അദദി, അദദിനെ കുറിച്ച് ചോദിക്കപ്പെടും. നഹ്വു സൽബനി ഇസ്രായീല കം ആത്തൈനാഹും മിൻ ആയത്തിൻ ബയ്യിനത്തിൻ. അപ്പോൾ നബിയെ ചോദിക്കുക ബനൂ ഇസ്രായീലിനോട്, നാം അവർക്ക് എത്ര ആയത്ത് കൊടുത്തു എന്ന് ചോദിക്കുക. ഐ കം ആയത്തൻ ആത്തൈനാഹും അഇശ്രീന അം സലാസീന എന്നാണ്. 20 അതോ 30 എന്ന് ചോദിച്ചു നോക്കുക. നബിയോട് ചോദിക്കാൻ പറഞ്ഞതാണ് ഇവിടെ. ഫമിൻ ആയത്തിൻ, മിൻ ആയത്തിൻ എന്ന് പറഞ്ഞത് മുമയ്യിസു കം, കം എന്ന കലിമത്തിന്റെ മുമയ്യിസാണ്. ആയത്താൽ എത്ര കൊടുത്തു. ബിസിയാദത്തി മിൻ, മിന്നിനെ അധികമാക്കിയിട്ട്. മിൻ എന്ന കലിമത്തിന് സായിദിയാക്കലുകൊണ്ടാണ് ഇവിടെ മുമയ്യിസുള്ളത്. എന്തുകൊണ്ട് മിന്നിനെ സായിദിയാക്കി? എന്തിനാണ് മിന്നിനെ സായിദിയായി അവിടെ കൊടുത്തത്? അത് ലിമാ വഖഅ, സംഭവിച്ച ഒന്നിന് വേണ്ടി, മിനൽ ഫസിലി, ഫസിലിനാൽ, ബി ഫിഇലിൻ മുതഅദ്ദി, മുതഅദ്ദിയായ ഫിഇലുകൊണ്ട് ഫസലുണ്ടായതിനാൽ. ഏതാ മുതഅദ്ദിയായ ഫിഇല്? ആത്തൈനാഹും എന്ന് പറഞ്ഞ ആത്തൈന. ബൈനകം, കം എന്ന കലിമത്തിന്റെ ഇടയിലും ഓ മുമയ്യിസിഹി, അതിന്റെ മുമയ്യിസായ ആയത്തൻ എന്നതിന്റെ ഇടയിലും ആത്തൈന എന്ന മുതഅദ്ദിയായ ഫീല് കൊണ്ട് ഫസലുണ്ടായതിനു വേണ്ടിയിട്ടാണ് മിന്നിനെ കൊടുത്തത്. അത് കമാ ദക്കർന, നമ്മൾ പറഞ്ഞതുപോലെ, ഫിൽ ഖബരിയത്തി, ഖബരിയായ കമ്മിനെ വിശദീകരിച്ചോടുത്ത് പറഞ്ഞതുപോലെ. അവിടെ എന്താ പറഞ്ഞത്? ഫിൽ ഖബരിയത്തി, ഖബരിയായ കമ്മിനെ വിശദീകരിച്ചോടുത്ത് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു. അവിടെ മുഖ്തസർ 174 പേജിൽ, അതുപോലെ തന്നെ ശുറൂഹു തൽഖീസ് 2-ാം ജുസ് 137 പേജും ഈ 2 ഭാഗങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അത് മുഖ്തസറിൻ്റെത് ഇങ്ങനെയാണ് 174 പേജിൽ. മഫ്ഊലിനെ കളയുന്ന വിഷയത്തിൽ വൈമാലി ദഫ്ഇ തവഹുമി ഇറാദത്തി ഗൈരിൽ മുറാദി എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ബൈത്ത് ഉദാഹരണം കൊടുത്തു. മഫ്ഊലിനെ കളഞ്ഞതിന് എന്താണ്?
وكم ذت عني من تحامل حادث وصورة أيام حسسنا إلى العظم എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ 174 പേജ് നോക്കിയാൽ കാണാം. ഖൗലുഹു മിൻ തഹാമുലി ഖാലു അവർ പറഞ്ഞു വൈദാ ഫുസ്സില ബൈന കമിൽ ഖദരിയത്തി വ മുമയ്യിസിഹ ഖദരിയായ കമ്മിന്റെയും അതിന്റെ മുമയ്യിസിന്റെ ഇടയിലും ഫസൽ ചെയ്യപ്പെട്ടാൽ ബി ഫീലിൻ മുത്തഅദ്ദിയായ ഫീൽ കൊണ്ട് വജബൽ ഇത്തിയാനു ബിമിൻ മിന്നിനെ കൊണ്ടുവരൽ നിർബന്ധമാണ് ലിഅല്ലാ യൽതബിസ ബിൽ മഫ്ഊലി ആ മുമയ്യിസ് മഫ്ഊലുമായി തിരിച്ചറിയാതിരിക്കൽ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത് കമാ ദക്കർനാ ഫിൽ ഖബരിയത്തി എന്ന് പറഞ്ഞത് അവിടെയാണ്. എന്നതുപോലെ ഇവിടെയും ഇസ്തിഫ്ഹാമിയായ കമ്മിന്റെ ഇടയിലും മുമയ്യിസായ ആയത്തിന്റെ ഇടയിലും ആത്തൈന എന്ന ഫീല് കൊണ്ട് ഫസല് ചെയ്തപ്പോൾ ഈ ആയത്തൻ എന്നത് മിന്നില്ലെങ്കിൽ ആയത്തൻ എന്നാണല്ലോ പറയേണ്ടത്. ആത്തൈന എന്നതിന്റെ മഫ്ഊലാണെന്ന് തിരിച്ചറിയാതിരിക്കൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിന്നിനെ കൊടുത്തത് എന്നാണ് ഈ പറഞ്ഞത്. ഇസ്തിഫാമിയായ മിന്ന് കമ്മിനെ പറ്റിയാണ് ഇവിടുത്തെ പരാമർശം. അതേസമയത്ത് ഇസ്തിഫാമിയായ കമ്മിൽ അതിന്റെ മുമയ്യിസ് മുഫ്രദ് മൻസൂബാണ് ആവേണ്ടത്. അൽഫയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. എന്ത് മയ്യിസ് ഫിൽ ഇസ്തിഫ്ഹാമി കംബി മിസ്ലിമ മയ്യസ്ത ഇശ്രീന കം ശഖ്സൻ സമാ. ഇസ്തിഫ്ഹാമിയായ കമ്മ് ഇസ്തിഫ്ഹാമിൽ നീ തമ്മീസാക്കിക്കോ കമ്മിനിക്ക് ബി മിസ്ലിമ മയ്യസ്ത ഇശ്രീന എന്നതിന് എന്തുകൊണ്ടാണോ നീ തമ്മീസാക്കിയത് അത് പോലത്തതുകൊണ്ട് കം ശഖ്സൻ സമാ. ശഖ്സൻ മുഫ്രദ് മൻസൂബാണ്. ഇശ്രീനക്ക് എന്തുകൊണ്ടാണ് തമ്മീസാക്കേണ്ടത് എന്ന് അതതിന്റെ ബാബിലും പറഞ്ഞിട്ടുണ്ട്. എവിടെ വമയ്യിസിൽ ഇശ്രീന ലിത്സിഈന ബിവാഹിദിൻ കഅർബഈന ഹീന. ബിവാഹിദിൻ മുഫ്രദ് മൻസൂബ് കൊണ്ട് തമ്മീസാക്കിക്കോതാ. അപ്പോൾ അൽഫയുടെ ആ ഭാഗം എടുത്തു നോക്കിയാൽ ഇസ്തിഫ്ഹാമിയായ കമ്മിന്റെ തമ്മീസ് മുഫ്രദ് മൻസൂബാവണം. ആ നിലയ്ക്ക് ഇവിടെ ആയത്തൻ എന്ന് പറയണം. പക്ഷെ മിന്നിനെ കൊടുത്തത് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫകം ഹാഉന ലിസ്സുആലി അനിൽ അദദി. ഇവിടെ കമ്മ് അതതിനെക്കുറിച്ച് ചോദിക്കലിന് ആകുന്നു. എത്രയാണ് കൊടുത്തത് എന്ന് നബിയോട് ചോദിക്കാൻ പറഞ്ഞതാണ്. അപ്പൊ ഇസ്തിഫാമാണ് ഇവിടെ മുറാദ്. ലാക്കിൻ അൽ ഖറളു മിൻ ഹാദ സുആലി, ഈ സുആലിനാണുള്ള ഖറള് വെറും ചോദ്യം മാത്രമല്ല. ആ ചോദ്യത്തിന്റെ പുറമെ മറ്റൊരു ഖറളും ഇവിടെയുണ്ട്. ഹുവ, ആ ഖറള് അത്തഖ്രീഉ വത്തൗബീഹു, മുഖാത്തബീങ്ങളെ ഒന്ന് ഭീഷണിപ്പെടുത്തലും അവരെ ശകാരിക്കലുമാണ്. കാരണം കുറെ ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവർ അമലില്ലാത്തതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
അവർക്ക് എത്രയാണ് കൊടുത്തത് എന്ന് ചോദിച്ചു നോക്ക്. ആ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കം ആത്തൈനാഹും, എങ്ങനെയായിട്ട് കം ആത്തൈനാഹും മിൻ ആയത്തിൻ ബയ്യിനത്തിൻ എന്ന് ചോദിക്കാനാ. അപ്പൊ നബി ചോദിക്കേണ്ടത് എങ്ങനെയാണ്? കം ആത്തൈനാക്കും എന്ന് ചോദിക്കണം. കം ആത്തൈനാക്കും എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ കം ആത്താക്കുമുല്ലാഹു മിൻ ആയത്തിൻ എന്ന് ചോദിക്കണം. കം ആത്താക്കുമുല്ലാഹു അങ്ങനെയൊക്കെ ചോദിക്കണം. നിങ്ങൾക്ക് അല്ലാഹു എത്ര തന്നു? ആ ചോദ്യം ഇസ്തിഫ്ഹാമ് തന്നെയാണ്. പക്ഷെ ആ ഇസ്തിഫ്ഹാമ് കൊണ്ടുള്ള മുറാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാനല്ല. പിന്നെന്താണ് അവിടെ ഉറലെന്താണ്? അവിടുത്തെ ഉറല് ഇവരെ ഭീഷണിപ്പെടുത്തലാണ് എന്ന് ചുരുക്കം. എനിവോ ഇസ്അലുബി കൈഫ കൊണ്ട് ചോദിക്കപ്പെടും. അനിൽ ഹാലി, അവസ്ഥയെ കുറിച്ച് ചോദിക്കപ്പെടും. ഹാലിനെ കുറിച്ച് ചോദിക്കപ്പെടും. എന്താണ്? ഹാലിനെ കുറിച്ച് ചോദിക്കാന്ന് പറഞ്ഞാല് ചോദിക്കപ്പെടുന്ന കാര്യമുണ്ടല്ലോ. ഏതുപോലെ കൈഫ സെയ്ദുൻ, എന്താണ് സെയ്ദിന്റെ അവസ്ഥ? അപ്പൊ സെയ്ദിനെ കുറിച്ച് ചോദിക്കുകയാണ്. അൽഫയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത്? വഫീ ജവാബി കൈഫ സെയ്ദുൻ ഖുൽ ദനിഫ് ഫസൈദുൻ ഉസ്തുഗ്നിയ അൻഹു ഇദ് ഉരിഫ്. അപ്പൊ കൈഫ സെയ്ദുൻ, എന്താണ് സെയ്ദിന്റെ ഹാല് എന്നാണ്. അതിനാണ് കൈഫ ഉപയോഗിക്കുക. അത് ഇസ്തിഫാമിയായ കൈഫയാണ്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം എടുക്കാം. കൈഫ വജത്ത സെയ്ദൻ, സെയ്ദിന്റെ അവസ്ഥ എന്തായിട്ടാണ് നീ മനസ്സിലാക്കിയത് എന്ന് ചോദിക്കാം. അപ്പൊ അതിന് മറുപടി സഹീഹുൻ അല്ലെങ്കിൽ മരീദുൻ എന്നെല്ലാമാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. അങ്ങനെയാണല്ലോ അൽഫയിൽ പറഞ്ഞത്. കൈഫ സയ്യിദുൻ, സയ്യിദിന്റെ അവസ്ഥ എന്താണ്? കുൽ ദനിഫ്, രോഗിയാണ്. അതായത് അവനാകുന്നത് രോഗിയാണ്. അപ്പോൾ അവിടെ മൂത്തദാനം കളയൽ ജായിസുള്ള സ്ഥലമാണ്. അങ്ങനെയാണല്ലോ. വഹദുഫു മാ യുഅലമു ജായിസുൻ കമാ തഖൂലു സയ്യിദുൻ ബഅദ മൻ ഇൻദകുമാ വഫീ ജവാബി കൈഫ സയ്യിദുൻ ഖുൽ ദനിഫ് ഫസയ്യിദുൻ ഇസ്തുഗ്നിയ അൻഹു ഇദ് ഉരിഫ്. കൈഫ സയ്യിദുൻ എന്നതിന്റെ ജവാബിൽ ദനിഫ് അല്ലെങ്കിൽ സഹീഹുൻ അല്ലെങ്കിൽ മരീദുൻ, ഖബർ മാത്രം പറഞ്ഞാൽ മതി. അപ്പോ കൈഫ സയ്യിദുൻ എന്നതിന്റെ തർക്കീബ് കൈഫ ഇസ്തിഫാമു ഖബർ മുഖദ്ദം സയ്യിദുൻ മുബ്തദാ മുഅഖർ. കൈഫ വജത്ത സയ്യിദൻ, ഏതവസ്ഥയിലായിട്ടാണ് ഇനി സയ്യിദിനെ എത്തിച്ചത്? അത് കൈഫ ഹാല്, വജത്ത ഫീലും വായില്, സയ്യിദൻ മഫൂല്. അതിനൊക്കെ മറുപടി സഹീഹുൻ എന്നോ അതിന്റെ അവസ്ഥ ഏതാണ് ആ അവസ്ഥ മറുപടി പറയണം. കൈഫ ജാ സയ്യിദുൻ, സയ്യിദ് വന്നത് ഏതവസ്ഥയിലായിട്ടാണ്? അപ്പോൾ എന്തു പറയണം? ഫയുഖാലു റാക്കിബൻ. ഇതൊക്കെ കിതാബിലുള്ളതല്ലോ. അപ്പോൾ റാക്കിബൻ എന്ന് പറയണം. വാഹനക്കാരനായ നിലയിൽ വന്നു. ഹാലാണ് മറുപടി കൊടുക്കേണ്ടത്. അപ്പൊ ഹാലിന്റെ ആമിലിനെ അവിടെ എന്തായി? കളഞ്ഞിട്ടുണ്ട്. ഹാലിന്റെ ആമിലിനെ കളയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൈഫ ജാ സയ്യിദുൻ, ഏതവസ്ഥയിലായിട്ടാണ് സയ്യിദ് വന്നത്? അപ്പൊ അതിന് മറുപടി എന്താണ്? റാക്കിബൻ എന്നോ അല്ലെങ്കിൽ മാഷിയൻ എന്നോ മറുപടി കൊടുക്കണം. അപ്പോൾ റാക്കിബൻ അല്ലെങ്കിൽ മാഷിയൻ എന്ന് മറുപടി കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം ഐ ജാ സയ്യിദുൻ റാക്കിബൻ അല്ലെങ്കിൽ ജാ സയ്യിദുൻ മാഷിയൻ.
ഹാലിന്റെ ആമിലിനെ കളഞ്ഞു. അതാണ് വൽഹാലു ഖദ് യുഹ്ദഫു മാ ഫീഹാ അമിൽ വബഅദു മാ യുഹ്ദഫു ദിക്റുഹു ലിൻ. അതാ ഹാലിൽ അമൽ ചെയ്ത ആമിലിനെ ചിലപ്പോൾ കളയപ്പെടും. കളയപ്പെട്ടാൽ ചിലത് പറയാനും പാടില്ലാതാ, ചില ആമിലിനെ കളയൽ നിർബന്ധവുമാണെന്നാ. ഏതായാലും കൈഫ കൊണ്ട് ഹാലിനെ കുറിച്ചാണ് ചോദിക്കുക എന്ന് മനസ്സിലായി. അതാണ് വിവരിച്ചത്. അപ്പോൾ വയസ്അലു ബി കൈഫ, കൈഫ കൊണ്ട് ചോദിക്കപ്പെടുന്നതാണ്. അനിൽ ഹാലി, ഹാലിനെ കുറിച്ച് ചോദിക്കപ്പെടുന്നതാണ്. അതാണ് കൈഫ സൈദുൻ എന്നൊക്കെ നമ്മൾ ഉദാഹരണം പറഞ്ഞത്. ഒബി ഐന, ഐന കൊണ്ട് ചോദിക്കപ്പെടും. അനിൽ മക്കാനി, മക്കാനിനെ തൊട്ട് ചോദിക്കപ്പെടും. അതെങ്ങനെ? ഐന ജലസ്തമില്ലംസി, നീ ഇന്നലെ ഏത് സ്ഥലത്ത് ഇരുന്നു? അപ്പൊ അതിന് മറുപടി പിന്നെ അമീറിന്റെ മുന്നിലിരുന്നു എന്നാണ് അതിന്റെ മറുപടി പറയുക. നീ ഇരുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ഐന സൈദുൻ, സൈദ് എവിടെയാണ്? അപ്പോൾ അവന് മറുപടി ഫിദ്ദാരി, വീട്ടിലാണ്, അല്ലെങ്കിൽ പള്ളിയിലാണ് എന്നൊക്കെ മക്കാനാണ് മറുപടി കൊടുക്കേണ്ടത്. പിന്നെ ഒബി മത്ത, മത്ത കൊണ്ട് ചോദിക്കപ്പെടും. അനി സമാനി, സമാനിനെ കുറിച്ച് ചോദിക്കപ്പെടും. അത് മാലിയൻ ഖാന ഔ മുസ്തഖ്ബിലൻ, അത് മാലിയാവട്ടെ മുസ്തഖ്ബിലാവട്ടെ. അപ്പോ മത്താ ജിഇത്ത, നീ ഏത് സമയത്താണ് വന്നത്? വന്നു കഴിഞ്ഞിട്ടുണ്ട്, അത് എപ്പോഴാണ് വന്നത്? അത് മാലിയായി. മത്താ തഅതി, നീ എപ്പോൾ വരും? മുസ്തഖ്ബിലിനും ഉപയോഗിച്ചു. ഒബി അയ്യാന, അയ്യാന കൊണ്ട് ചോദിക്കപ്പെടുന്നതാണ്. അനിൽ സമാനിൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിലായ സമാനിനെ കുറിച്ച്, മുസ്തഖ്ബിലായ സമാനിനെ കുറിച്ച് ചോദിക്കപ്പെടും. കീല പറയപ്പെട്ടു, തുസ്തഅമലു, അയ്യാനയെ ഉപയോഗിക്കപ്പെടും. ഫി മവാദിഇ തഫ്ഹീമി, തഫ്ഹീമിന്റെ മൗളികളിൽ. അതായത് മസ്ഊലു അൻഹു, ഏതിനെ തൊട്ടാണോ ചോദിക്കുന്നത് ആ ചോദിക്കപ്പെടുന്ന കാര്യത്തിനെ ഒന്ന് ഗൗനിക്കൽ കസുതുള്ള സ്ഥലങ്ങളിൽ. ഏതൊന്നിനെ കുറിച്ചാണോ ചോദിക്കുന്നത് അതിനെക്കുറിച്ച്, അതിനെ ഗൗനിക്കൽ കസുതുള്ള സ്ഥലങ്ങളിൽ അതിന് ഗൗനിക്കപ്പെടേണ്ടതാണ് എന്ന അർത്ഥത്തിൽ അയ്യാനനെ ഉപയോഗിക്കും. അതൊരു കീലയാണ്. അപ്പൊ തഫ്ഹീമിന്റെ മൗലികളിൽ എന്ന് പറഞ്ഞാൽ ഏതൊന്നിനെ കുറിച്ചാണോ ചോദിക്കപ്പെടുന്നത് ആ വിഷയത്തിനെ കണക്കിലെടുക്കലും അതിനെ ഗൗനിക്കലും അതിനെ തഅദീബ് ചെയ്യലും മഖ്സൂദായ സ്ഥലങ്ങളിൽ എന്ന് ചുരുക്കം. യസ്അലു അയ്യാന യൗമുദ്ദീൻ, അല്ല അയ്യാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാള് എപ്പോഴാണ്? അപ്പൊ യൗമുൽ ഖിയാമത്തിന് ഒന്ന് ഗൗനിക്കൽ മഖ്സൂദായ സ്ഥലത്താണ് അയ്യാനൻ ഉപയോഗിക്കുന്നത്. അതോടെ ഖീല. അപ്പൊ ഈ ഖീല എന്ന് പറഞ്ഞാല് തഫ്ഹീമിന്റെ മൗലികളിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നും ആവാം. അതല്ല, തഫ്ഹീമിന്റെ മൗലിയിലും അല്ലാത്തോടത്തും ഉപയോഗിക്കാം എന്നും ആവാം. പക്ഷെ സമാൻ മുസ്തഖ്ബിലാവണം. ഇവിടെ ദസൂഖിയിൽ പറയുന്നുണ്ട്, സുമ്മ ഇന്ന ഹാദൽ കലാമ, ഈ കലാം
ഏത് ഖീല വതുസ്തഅമലു ഫീ മവാദിഇ തഫ്ഹീമി എന്ന് പറഞ്ഞ കലാമ് യഹ്തമിൽ അൻ യകൂനൽ മുറാദു മിന്നു അന്നഹാ ലാ തുസ്തഅമലു ഇല്ലാ ഫീ മവാദിഇ തഫ്ഹീമി തഫ്ഹീമിന്റെ മൗദികളിൽ അല്ലാതെ ഉപയോഗിക്കൂല എന്ന് ആവാം. അപ്പോൾ തക്കൂനു അയ്യാനാകും മുഖ്തസത്തം ബിൽ ഉമൂരിൽ ഇദാമി ഉമൂറിൽ ഇദാമ് കൊണ്ട് ഖാസായതാവും, വലിയ വലിയ കാര്യങ്ങളെ കൊണ്ട് ഖാസായതാവും. അയ്യാന യോമുദ്ദീൻ എന്നൊക്കെ പറയും പോലെ ഈ ഇഹ്തിമാലനുസരിച്ച് അയ്യാന തനാമു, നീ ഏത് സമയത്താണ് ഉറങ്ങുക എന്ന് ചോദിക്കപ്പെടൂല. കാരണം എന്താണ്? ഉറങ്ങൽ എന്നുള്ളത് ഒരു മുഫഹമായ സംഗതിയല്ല. ഇനി വയഹ്തമിലു അന്നൽ മുറാദ മിൻഹു അന്നഹാ തുസ്തഅമലു ലിതഫ്ഹീമി കമാ തുസ്തഅമലു ഫീ ഗൈരിഹി. തഫ്ഹീം അല്ലാത്തതിൽ ഉപയോഗിക്കുന്നത് പോലെ തഫ്ഹീമിലും ഉപയോഗിക്കാം എന്നുമാവാം. അതാണ് നഹ്വിങ്ങളുടെ കലാമിന്റെ ലാഹിർ. ഏതായാലും ആവട്ടെ, ഖീല പറയപ്പെട്ടു വതുസ്തഅമലു അയ്യാനയെ ഉപയോഗിക്കപ്പെടും ഫീ മവാദിഇ തഫ്ഹീമി. മസ്ഊലു അൻഹുവിനെ ഗൗനിക്കൽ മഖ്സൂദായ സ്ഥലങ്ങളിൽ, മിസ്ലു യുസ്അലു അയ്യാന യൗമുൽ ഖിയാമ എന്ന് പറയും പോലെ. വ അന്നയാകുന്നത് തുസ്തഅമലു, അന്നയെ ഉപയോഗിക്കപ്പെടും താറത്തൻ ചില അവസരങ്ങളിൽ ബിമാന കൈഫ, കൈഫന്റെ മഅനാക്ക് ഉപയോഗിക്കും. അപ്പോൾ കൈഫനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, ആ മഅനാക്ക് ഉപയോഗിക്കും. കൈഫ ഹാലിനെ കുറിച്ച് ചോദിക്കാനാണ്. വജിബു അൻ യകൂന ബഅദഹാ ഫീലുൻ, കൈഫന്റെ മഅനാക്കാവുമ്പോൾ അന്നന്റെ ശേഷം ഫീലുണ്ടാവൽ നിർബന്ധമാണ്. നഹ്വു ഫഅ്തു ഹറുസക്കും, നിങ്ങൾ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് പോകുവീൻ. അന്നാശിത്തും, നിങ്ങൾ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിച്ചത്, ആ നിലക്ക് പോയിക്കോളൂ എന്നാണ്. ഐ അല അയ്യ ഹാലിൻ, ഏത് ഹാലിലാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഒമിൻ അയ്യ ശക്കിൻ, ഏതൊരു ഭാഗത്തിലൂടെയാണ് അറത്തും നിങ്ങൾ ഉദ്ദേശിച്ചത്. ഐ അല അയ്യ ഹാലിൻ ഒമിൻ അയ്യ ശക്കിൻ അറത്തും, ഏതൊരു അവസ്ഥയിലാണ് ഏതൊരു ഭാഗത്തിലൂടെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശിച്ച ഭാഗത്തിലൂടെ നിങ്ങൾ പോയിക്കോളൂ എന്നാണ്. അവ ഖിയാമായിട്ടോ കായിമായിട്ടും കായിദായിട്ടും ഒമിൻ അയ്യ ശക്കി, പിന്നിലൂടെ മുന്നിലേക്ക്, അങ്ങനെയെല്ലാം പോകാം. ആ ചരിത്രം മറ്റൊരു സംഭവമാണ്, ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. അതായത് യഹൂദികൾ എന്തു പറഞ്ഞിരുന്നു? അന്നൽ യഹൂദ കാന യഖൂലൂന മൻ ബാശറ ഇംറഅതുഹു മിൻ ദുബരിഹാ ഫീ ഖുബരിഹാ, ഒരാൾ അവന്റെ ഭാര്യയുടെ അടുക്കൽ പിൻവാതിലൂടെ മുൻവാതിലിലേക്ക് ചെന്നാൽ, മിൻ ദുബരിഹാ ഫീ ഖുബരിഹാ, പിൻവാതിലിലൂടെ പിൻവാതിൽ കൂടി മുൻവാതിലിൽ ചെന്നാൽ, ജാഅൽ വലതു അഹ്വല, കുട്ടി കോങ്കണ്ടനായിട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്നാണ്. പിന്നെ ബഅദ യഖൂലൽ മഅത്ത, ചെല്ലുന്ന സ്ഥലം ആയതിന്റെ ശേഷം മൗദിയൽ ഹർസി, അത് കൃഷിസ്ഥലമാവണം. സ്ഥലം കൃഷിസ്ഥലമാവണം. അത് ഏത് സൈഡിലൂടെയും പോകാം, ഏത് അവസ്ഥയിലൂടെയും പോകാം. അത് എങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ പോയിക്കോളൂ. അപ്പൊ ഇസ്തിഫാമാണ്, എങ്ങനെയാ നിങ്ങൾ ഉദ്ദേശിച്ചത് ആ ഭാഗത്തിലൂടെ പോയിക്കോളൂ. ഇനി വലം യജിഇ അന്നാ സൈദുൻ വന്നിട്ടില്ല ബി മഅന കൈഫഹുവ, കൈഫഹുവന്റെ മഅനയിൽ വന്നിട്ടില്ല. അതായത് കൈഫ സൈദുൻ എന്ന് ചോദിക്കും പോലെ അന്നാ സൈദുൻ എന്ന് ചോദിക്കൽ ശരിയല്ല. കാരണം കൈഫന്റെ മഅനാക്കാവുമ്പോൾ അതിന്റെ പിന്നിൽ ഫിഇല് തന്നെ വേണം എന്നാണ് പറഞ്ഞത്. ഇനി വഉഖറ, ചില അവസരങ്ങളിൽ കൈഫനെ അന്നയെ ഉപയോഗിക്കപ്പെടും ബിമാന മിൻ ഐന,
മിൻ ഐനന്റെ മാനാക്ക് ഉപയോഗിക്കും. മിൻ ഐനന്റെ മാനാക്ക് ഉപയോഗിക്കും. മിൻ ഐന അതാ പറഞ്ഞത്. നഹ്വു അന്നാലക്കി ഹാദാ, നിനക്ക് ഇത് എവിടത്തിൽ നിന്ന് കിട്ടി എന്നാണ്. ഐ മിൻ ഐന ലക്കി ഹാദൻ റിസുഖു, ഈ റിസുക്ക് നിനക്ക് എവിടെ നിന്ന് കിട്ടിന, ഏത് സ്ഥലത്തിൽ നിന്ന്. അപ്പൊ മിൻ ഐന. അപ്പൊ ഇബ്തിദായി ആ മിന്നിന്റെ മൈനയും ലർഫിയായ ലർഫ് മക്കാനിന്റെ മൈനയും ഏത് സ്ഥലത്തിൽ നിന്ന്. ഐ മിൻ ഐന ലക്കി ഹാദൻ റിസുഖു, അല്ലാത്തി എങ്ങനത്തെ റിസ്ക് വരുന്നത്? കുല്ലയോമി, എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിയോട് ചോദിച്ചതാണ്. ഇവിടെ കൗലുഹു, മുസന്നിഫിന്റെ കൗല്, തുസ്തഅമലു എന്ന് പറഞ്ഞല്ലോ. വ അന്നാ തുസ്തഅമലു താറത്തൻ ബിമാന കൈഫ വ ഉഖ്റാ ബിമാന മിൻ ഐന എന്ന് പറഞ്ഞു. അത് ഇഷാറത്താണ്. എന്തിലേക്ക്? ഇലാ അന്നഹു, തീർച്ചയായിട്ടും അന്നയാകുന്നത്. യഹ്തമിലു, ഇഹ്തിമാലുണ്ട്. അയ്യക്കൂന, ആ അന്ന എന്ന കലിമത്താവൽ ഇഹ്തിമാലുണ്ട്. മുസ്തറക്കൻ ബൈനൽ മഅനയൈനി, രണ്ട് മഅനാന്റെ ഇടയിൽ മുസ്തറക്കാവൽ ഇഹ്തിമാലുണ്ട് എന്നതിലേക്ക് ഇഷാറത്താണ്. വഅയ്യക്കൂന, ആ അന്ന ആവലിലേക്കും ഇഷാറത്താണ്. വഅയ്യക്കൂന, അപ്പോൾ ഇലാ അന്നഹു, ആ അന്നയാകുന്നത് യഹ്തമിലു ഇഹ്തിമാലുണ്ട്. അയ്യക്കൂന, ആ അന്നയാവൽ ഇഹ്തിമാലുണ്ട്. മുസ്തറക്കം ബൈനൽ മഅനയൈനി, രണ്ട് മഅനാന്റെ ഇടയിൽ മുസ്തറക്കാവൽ ഇഹ്തിമാലുണ്ട് എന്നതിലേക്ക് ഇഷാറത്താണ്. വഅയ്യക്കൂന, ആ അന്നയാവൽ ഇഹ്തിമാലുണ്ട് എന്നതിലേക്കും. ഫി അഹദിഹിമ, രണ്ടാലൊന്നിൽ. ഹഖീഖത്തൻ കൂന ഫി അഹദിഹിമ ഹഖീഖത്തുൻ അല ഹഖീഖത്തൻ. വഅയ്യക്കൂന, ആ അന്ന ആവലും ഇഹ്തിമാലുണ്ട്. ഫി അഹദിഹിമ ഹഖീഖത്തൻ വഫിൽ ആഖിരി മജാസൻ. കേട്ടോ, രണ്ടാലൊന്നിൽ ഹഖീഖത്തൻ, ഹഖീഖത്താവലും മറ്റേതിൽ മജാസാവലും ഇഹ്തിമാലുണ്ട് എന്നതിലേക്ക് ഇഷാറത്താണ്. അപ്പൊ അന്നയെ ചില അവസരത്തിൽ കൈഫന്റെ മാനാക്ക് ഉപയോഗിക്കും, ചില സമയങ്ങളിൽ മിൻ ഐനന്റെ മാനാക്ക് ഉപയോഗിക്കും എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം, അവിടെ രണ്ട് ഇഹ്തിമാലുണ്ട്. രണ്ട് മഅനയിലും അത് മുസ്തറക്കാവൽ ഇഹ്തിമാലുണ്ട്. ഒന്നിൽ ഹഖീഖത്തും മറ്റേതിൽ മജാസാവലും ഇഹ്തിമാലുണ്ട്. ഈ രണ്ട് ഇഹ്തിമാലിലേക്ക് ഇഷാറത്താണ് എന്നാണ് മുസന്നിഫ് പറഞ്ഞത്. മുസ്തറക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജമ്മുൽ ജവാമിഅ് 1-ാം ജുസ് 279-ാം പേജിൽ കാണാൻ കഴിയും. എന്ത്? വഅക്സുഹു, എന്താണ് അക്സ്? വഹുവ അക്സ് അൻ യത്തഹിദൽ ലഫ്ളു വയതഅദ്ദദൽ മഅന. ലഫ്ള് ഒന്നാവുക, മഅന എണ്ണമാവുക. ഒരു ലഫ്ളിന് ഒന്നിലധികം മഅന എന്നർത്ഥം. കാൻ യക്കൂന ലി ലഫ്ളിൻ മഅനയാനി, ഒരു ലഫ്ളിലേക്ക് ചുരുങ്ങിയത് രണ്ട് മഅന ഉണ്ടാകുക. അത് ഇൻകാനൽ ലഫ്ളു ഹഖീഖത്തൻ ഫീഹിമ, ലഫ്ള് രണ്ട് മഅനയിലും ഹഖീഖത്താണെങ്കിൽ, കൽ ഖുർഇ, ഖുർഅ് പോലെ, ലിൽ ഹൈലി വത്തുഹരി ഫമുസ്തറക്കുന്ന. അപ്പൊ ഹഖീഖിയായ മഅന, ഒരു ലഫ്ളിനിക്ക് ഹഖീഖിയായ മഅന ഒന്നിൽ അധികം ഉണ്ടാകുമ്പോൾ ആ ലഫ്ളിനിക്കാണ് മുസ്തറക്ക് ലഫ്ളി എന്ന് പറയുന്നത്. അത് ജമ്മുൽ ജവാമിഅ് 1-ാം ജുസ് 279-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലഫ്ള് എന്ന് പറയുമ്പോൾ അത് ഇസ്മാവട്ടെ, അല്ലെങ്കിൽ ഫീലാവട്ടെ, ഹർഫാവട്ടെ. ഇസ്മിന്റെ ഉദാഹരണം ഐന്. ഐനിപ്പോ ബാസിറത്തിന് പറയും, ജാരിയത്തിന് പറയും. അല്ലെ? ഐനാനി ഐനാനി ലം യംസസുഹുമാ റമദുൻ ഫീ കുല്ലി ഐനിൻ മിനൽ ഐനൈനി നൂനാനി ഫീഹിമാ ഐനാനി തജ്രിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് നദികൾ. ഫീ കുല്ലി ഐനിൻ മിനൽ ഐനൈനി നൂനാനി,
നൂനാനി നൂനാനി ലം യക്തുബുഹുമാ ഖലമു ഫീ കുല്ലി നൂനിൻ മിനൻ നൂനൈനി ഐനാനി. ഇതിനർത്ഥം ഐനാനി രണ്ട് ഐന്, ഐനാനി രണ്ട് ഐന്. ലം യംസസുഹുമാ റമദുൻ ചെങ്ങണ്ണ് ബാധിക്കാത്ത രണ്ട് ഐന്. ഫീ കുല്ലി ഐനിൻ മിനൽ ഐനൈനി നൂനാനി ഓരോ ഐനിലും രണ്ട് മീനുണ്ട് എന്നാ. അപ്പൊ അവിടെ ഐന് കൊണ്ടുള്ള ഉദ്ദേശം കണ്ണല്ല, പിന്നെന്താണ്? നദികളാണ്. ഫീ കുല്ലി ഐനിൻ മിനൽ ഐനൈനി നൂനാനി രണ്ട് നൂനുണ്ട്. നൂനാനി നൂനാനി ലം യക്തുബുഹുമാ ഖലമു ഫീ കുല്ലി നൂനിൻ മിനൻ നൂനൈനി ഐനാനി. രണ്ട് നൂന്. എങ്ങനത്തെ രണ്ട് നൂന്? ലം യക്തുബുഹുമാ ഖലമുൻ പേന അതിനെ എഴുതിയിട്ടില്ല. ഫീ കുല്ലി നൂനിൻ മിനൻ നൂനൈനി ആ രണ്ട് മീനിൽ നിന്നുള്ള മത്സ്യങ്ങളിൽ നിന്നുള്ള ഓരോ മത്സ്യത്തിനുമുണ്ട് ഐനാനി രണ്ട് കണ്ണുണ്ട് എന്നാ. അപ്പൊ അവിടെ തന്നെ ഐനെന്ന ലഫ്ദിനെ നദികൾക്കും ഉപയോഗിച്ചു, കണ്ണിനും ഉപയോഗിച്ചു. അത് ഇസ്മാണ്. അപ്പോൾ ഒരു ലഫ്ദിന് ഒന്നിലധികം ഹക്കീക്കിയായ മഅന എന്ന് പറയുമ്പോൾ ആ ലഫ്ദ് ഇസ്മാവട്ടെ അല്ലെങ്കിൽ ഫീലാവട്ടെ അസ് അസ അസ് അസ അക്ബലിന്റെ മഅനാക്കും ഹക്കീക്കിയായ മഅന ഹക്കീക്കത്തിൽ ഉപയോഗിക്കും, അദ്ബറിന്റെ മഅനാക്കും. ഇനി അത് ഹർഫായാലും വേണ്ടില്ല. കമ്മിൻ മിന്ന് പോലെ, അത് ഇബ്തിദായിയായ മിന്ന്, തബ്ഈലിയായ മിന്ന് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണത്. പിന്നെ ഇനി വയഹ്തമിലു അൻ യകൂന മഅനാഹു ഈ പറഞ്ഞതിന്റെ മഅനയാകാം. വഉഖ്റ ബിമഅന മിൻ ഐന എന്ന് പറഞ്ഞല്ലോ, അതിന്റെ മഅനയാകാം ഐനയാവാം. മിന്നൈനന്റെ മഅനാക്ക് ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊടുത്ത് അതിന്റെ മഅന ആവാം എന്ത്? വയഹ്തമിലു അൻ യകൂന മഅനാഹു ഐന, അതിന്റെ മഅന ഐന എന്നതാവാം. ഇല്ലാ അന്നഹു എങ്കിലും ഈ അന്ന ഫിൽ ഇസ്തിമാലിൽ യകൂനു മഅ മിന്നോടുകൂടെയാകും ലാഹിറത്തൻ ലാഹിറായ നിലക്ക് തന്നെ. അല്ല, മിന്നോടുകൂടിയാവും ലാഹിറത്തായ മിന്നോടുകൂടിയാവും. കമാ ഫീ ഖൗലിഹി മിൻ ഐന ഇശ്റൂന ലനാ മിൻ അന്ന എവിടത്തിൽ നിന്നാണ് നമുക്ക് 20? മിൻ അന്ന എന്ന് പറഞ്ഞാൽ മിൻ അന്ന ഇശ്റൂന ലനാ എന്ന് ചുരുക്കം. അവിടെ മിന്നിനെ ഉപയോഗിച്ചു. അപ്പോ വയഹ്തമിലു അൻ യകൂന മഅനാഹു ഈ അന്നന്റെ മഅനയാകാനും ഇഹ്തിമാലുണ്ട്, ഐനയാകാനും ഇഹ്തിമാലുണ്ട്. ഇല്ലാ അന്നഹു എങ്കിലും അന്നയാകുന്നത്, ഐനയല്ല അന്ന. ഇല്ലാ അന്നഹു എങ്കിലും അന്ന ഫിൽ ഇസ്തിമാലിൽ യകൂനു മഅ മിന്നോടുകൂടെയാകും ലാഹിറത്തായ മിന്നോടുകൂടെ. കമാ ഫീ ഖൗലിഹി മിൻ ഐന ഇശ്റൂന ലനാ മിൻ അന്ന ഔ മുഖദ്ദറത്തിൻ അല്ലെ മുഖദ്ദറത്തായ മിന്നോടുകൂടെ. കഖൗലി തആല അന്ന ലക്കി ഹാദാ ഐ മിൻ അന്ന എന്നാണ്. ഐ മിൻ ഐന അലാമാ ദക്റഹു ബഅ്ലുൻ നുഹാത്ത് പറഞ്ഞതനുസരിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഈ പറഞ്ഞതിന്റെ ചുരുക്കം വയഹ്തമിലു അൻ യകൂന മഅനാഹു എന്ന് പറഞ്ഞാൽ ഐ മഅന അന്ന, അന്നന്റെ മഅനയാകാം, ഐനയാകാം. എന്തല്ല? മിന്നൈനയല്ല മഅന ഐനയാണ്. അപ്പൊ ഐനന്റെ സ്ഥാനത്തും ഉപയോഗിക്കാം എന്നായി. വഉഖ്റ ബിമഅന മിൻ ഐന എന്ന് പറഞ്ഞാൽ ഐനന്റെ മഅനാക്ക് കൈഫ അന്ന വരും. പക്ഷെ മിന്ന് ഐനന്റെ മഅനാക്ക് അന്ന വരുമ്പോൾ അതെ യഹ്തമിലു അൻ യകൂന മഅനാഹു അന്നന്റെ മഅനയാകാം, ഐനയാകാം. മിന്നൈന മജ്മൂ അല്ല, പിന്നെന്താണ്? ഐന മാത്രമാണ്. എങ്കിലും അന്നയെ ഉപയോഗിക്കല് ഐനന്റെ മഅനാക്ക് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ മിന്ന് കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ മിന്ന് മുഖദ്ദറത്തായിരിക്കും എന്ന് ചുരുക്കം. അപ്പോൾ മഅന ഐനന്റെ മഅന,
ഐനന്റെ മഅനാക്ക് അന്ന ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ലാഹിറത്തായ മിന്ന് കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ മുഖദ്ദറത്തായ മിന്നുണ്ടാകും എന്നും ഇഹ്തിമാലുണ്ട്. അതാണ് പറഞ്ഞത്.